ഇപ്പോൾ നിർമ്മാതാവും സംവിധായകനുമായ മമ്മി സെഞ്ചുറി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഉമേഷ് ദയവായി തുടരൂ. ശ്രീ മമ്മി സെഞ്ചുറി, ഇതെന്താണ്? കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. ജാനകി എന്ന പേര് ഉപയോഗിച്ചുകൂടാത്രേ. അത് സീതാദേവിയുടെ പേരിൻ്റെ പര്യായമാണ്. ഇങ്ങനെയൊന്നും ഒരു വാദം നേരത്തെ കണ്ടിട്ടില്ല. ഇതൊക്കെ യാദൃച്ഛികമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇത് യാദൃച്ഛികമാണെന്ന് തോന്നുന്നില്ല. കാരണം ഇതിനു മുമ്പ് ജാനകി എന്ന പേരിൽ പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം 1977 പട്ടാളം ജാനകി എന്ന് പറഞ്ഞ പോലെ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം വേറെ ജാനകി എന്നുള്ള പേരിൽ മാത്രം ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ 2023 ജാനകി ജാന എന്ന് പറഞ്ഞ പടം ഇറങ്ങിയത്. അപ്പൊ ഒരുപാട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളുകളിൽ എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ ഈ എല്ലാ വിഷയത്തിലും ആംബുലൻസിലെത്തി അഭിപ്രായം പറയുന്ന സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഒന്നും മിണ്ടുന്നില്ല. അദ്ദേഹമാണ് ഇതിന്റെ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്നത്. മാത്രമല്ല ഇന്നിപ്പോ വലിയ പ്രതിഷേധ സിനിമാ സംഘടനകൾ തീർത്തു. മറ്റ് ഇടത് സംഘടനകളൊക്കെ അവിടെ അതിനെ പ്രതികരിച്ച് അവിടെ പോവുകയും ചെയ്തു. പക്ഷേ സുരേഷ് ഗോപി മാത്രം കാണാനില്ല. ഇത് ശരിയാണോ ശ്രീ മമ്മി സെഞ്ചുറി? അത് ശരിയല്ല. അദ്ദേഹം ഈ സിനിമയുടെ നായകനായിട്ട് അഭിനയിക്കുന്ന സുരേഷ് ഗോപി ഈ ചിത്രത്തിന്റെ പ്രതിഷേധ സമരം നടന്നില്ലെങ്കിൽ പോലും പ്രതിഷേധിക്കേണ്ട ഒരാളാണ്. ഇങ്ങനെ ഒരു പേര് വച്ച് ഒരു പേര് കൊണ്ട് സിനിമ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് തന്നെ തെറ്റല്ലേ? അതിന് ഒരു കണ്ടന്റ്, ആ സിനിമ കണ്ടിട്ട് ഏതെങ്കിലും ഒരു കണ്ടന്റ് പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങളെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കളിയാക്കുന്നതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് പറയുന്നതിൽ അർത്ഥമുണ്ട്. പക്ഷേ ഈ സിനിമ കാണാതെ തന്നെ ഈ സിനിമ പേരിന് ഒരു പ്രശ്നം ഇത് സീതാദേവിയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ രാമായണമോ പുരാണമോ ഒന്നുമായി ബന്ധപ്പെട്ടൊരു കഥയല്ല. ഇതൊരു പെൺകുട്ടി, അവൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവൾ നടത്തുന്ന പോരാട്ടം, നിയമ പോരാട്ടം, അവൾ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങൾ, ഇതൊക്കെയാണ് അതിലെ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്നത്. അപ്പോ അതിന് ജാനകി എന്ന പേര്, അങ്ങനെ എത്രയോ പേരുകളുണ്ട്. അതെ അതെ, ഇതിനു മുമ്പ് എത്രയോ പേരുകൾ അങ്ങനെയാണ്. കൃഷ്ണൻ എന്നൊക്കെ പറയുന്ന പേരുകളില്ലേ? അതെ, കൃഷ്ണൻ എന്ന് രാമൻ എന്ന് ഒന്നും പേരിടാനാവില്ല. അതുപോലുള്ള പേരുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്കൊരിക്കലും അനുവദിക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ആരോട് പറയാനാ? നമുക്കറിയാലോ അന്നത്തെ ഗവൺമെന്റിന്റെ ഒക്കെ ഒരു സിറ്റുവേഷൻ അറിയാലോ. അപ്പോ ആ ഒരു രീതി വെച്ച് പ്രതിഷേധ സമരം നടന്നിട്ടുണ്ട്. ഇതെങ്കിലും കണ്ട് അവര് പഠിക്കുമെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല. എന്നാലും പ്രതിഷേധ സമരം ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ഇത്തരം സെൻസർ ബോർഡിൻ്റെ സമീപനം, അതായത് ഒരു കാര്യവുമില്ലാത്ത കാര്യത്തോടുള്ള സെൻസർ ബോർഡിൻ്റെ സമീപനം നോക്കൂ. ഈ സെൻസർ ബോർഡ് എന്നത് തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഉയർന്നു വരാറുണ്ടല്ലോ, ഗവർണർ എന്ന പോസ്റ്റ് തന്നെ ആവശ്യമില്ല, അതൊക്കെ ഈ കൊളോണിയൽ കാലത്തിൻ്റെ തുടർച്ചയാണെന്നൊക്കെ ഉള്ള വാദങ്ങളുണ്ടല്ലോ. എന്ന് പറയുന്ന പോലെ സെൻസർ ബോർഡ് തന്നെ ആവശ്യമില്ല, കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് ഭരണഘടന നൽകുന്നതിന് എതിരാണിത് എന്നൊക്കെയുള്ള വാദം രാജ്യത്ത് ഉയരുന്നൊരു ഘട്ടത്തിലാണ് ഈ സെൻസർ ബോർഡ് ഇത്തരത്തിൽ ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് ഈ വ്യവസായത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതുമൂലം ഉണ്ടാകുന്ന സാമ്പത്തികവും മറ്റ് നഷ്ടങ്ങളും എത്ര വലുതാണ് ശ്രീ മമ്മി സെഞ്ചുറി? തീർച്ചയായിട്ടും ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ചെയ്ത് തീർക്കുമ്പോഴത്തേക്കും അവനനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികം ദുഷ്കരമാണ്. പക്ഷെ എന്ത് ചെയ്യാം, സെൻസർ ബോർഡ് ഇതുപോലുള്ള കാര്യങ്ങളിൽ മാത്രമല്ല പല കാര്യങ്ങളിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ട്. നമുക്ക് ഒരു സിനിമ എടുക്കുമ്പോൾ പല കാര്യങ്ങളും പറഞ്ഞ് പല തടസ്സങ്ങളും ഇവർ ഉന്നയിക്കാറുണ്ട്. പക്ഷെ ചില പടങ്ങൾക്ക് അത് കാണുന്നില്ല. നമ്മൾക്കറിയാം, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ചില പടത്തിലൊക്കെ വയലൻസിന്റെ എക്സ്ട്രീം കാണിച്ചു. നമ്മളൊരു സിനിമയിൽ ഒരു മുഖത്തിടിക്കുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് സിനിമ കട്ട് ചെയ്തില്ലെങ്കിൽ തടഞ്ഞു വയ്ക്കും. പക്ഷെ ഇത് മനുഷ്യനെ വെച്ചു നിൽക്കുന്ന സീൻ വരെ പല സിനിമകളിലും വന്നു. അപ്പോ ഈ ഇവരുടെ നിലപാട് എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. ആ രീതിയിലാണ് ഇപ്പോ ഈ ഒരു പേര് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. ആ കഥയില് ദൈവത്തിനോട് കളിയാക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ചിലപ്പോൾ അവർക്ക് പറയാം. പക്ഷെ ഇത് അതൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ ജീവിത കഥ പറയുന്ന ഒരു പടത്തിന് വേണ്ടി ജാനകി എന്നുള്ളൊരു പേര് കട്ട് ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എന്റെ ശക്തമായ അഭിപ്രായം. ശ്രീ മമ്മി സെഞ്ചുറി, താങ്കൾക്ക് ഇതിന് സമാനമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ താങ്കളുടെ സിനിമാ പ്രവർത്തനത്തിൽ? കാരണം ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു, ഇതിനകത്ത് ഒരു ക്രൈറ്റീരിയ ഇല്ല, കൃത്യമായൊരു മാനദണ്ഡമില്ല. ചില സിനിമകളിൽ ചിലത് അനുവദിക്കും,
ചില സിനിമകൾ ചിലത് അനുവദിക്കില്ല. ഇങ്ങനെ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാതെയുള്ള പോക്കാണ് സെൻസർ ബോർഡിൻ്റെ എന്ന് താങ്കൾ ഇപ്പോൾ വിമർശിച്ചു. ഓ അല്ല, അത് ഓരോ ഓഫീസർമാര് വരുമ്പോഴാണ്. ചിലര് നല്ലവരുണ്ട്, കൃത്യമായിട്ട് ചെയ്യുന്നവരുണ്ട്. ചിലര് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ശക്തമായി അത് പ്രകടിപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. അപ്പൊ നല്ലവരും വരാറുണ്ട്. ചില ഉദ്യോഗസ്ഥന്മാർ, ചില ഓഫീസേഴ്സ് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നടത്താറുണ്ട്. അതുപോലെ ഈ മൃഗങ്ങളുടെ ഇതില് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആനയൊക്കെ അഭിനയിപ്പിച്ചപ്പോൾ, ആനയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തപ്പോഴൊക്കെ അവരുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ശക്തമാണ്. അത് സെൻസർ ബോർഡല്ല, അത് മറ്റേ ഇതാണ്, അനിമൽ ബോർഡിന്റെ ഒരു കീഴിലുള്ള സർട്ടിഫിക്കറ്റ് വേണം ഇതിന്. അതിനൊക്കെ ഒരുപാട്, അത് അതിന്റെ ഓഫീസാണെങ്കിൽ ഡൽഹിയിലാണ്, ആഗ്രയിലാണ്. അപ്പോ ആഗ്രയിൽ മാത്രമേ ഉള്ളൂ, ഇന്ത്യൻ സിനിമക്ക് ആകെ ഒരു ഓഫീസുള്ളൂ, അത് ആഗ്രയിലാണ്. അവിടെ ആ പേപ്പർ വിടുമ്പോൾ അവർ പറയുന്ന പേപ്പറുകളെല്ലാം ശരിയാക്കിയാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുള്ള അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അത് എനിക്ക് ശരിക്കും അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. ഒരു ആനയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത സമയത്ത് ഒരുപാട് ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ മമ്മി സെഞ്ചുറി.